വെൽക്കം ടു വൈൽഡ് മേലോ. ഇന്നത്തെ വീഡിയോ 2025 മെയ് മാസം തൊഴിൽ വീതിയുടെ 5 ലക്കങ്ങളിലായിട്ട് വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്ത്യയിലെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമായ രാമേശ്വരത്തെ പുതിയ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്ത ദിവസം 2025 ഏപ്രിൽ 6. ഇന്ത്യയിലെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമായ രാമേശ്വരത്തെ പുതിയ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്ത ദിവസം 2025 ഏപ്രിൽ 6. ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മാതാക്കൾ റെയിൽ വികാസ് നിഗം ലിമിറ്റഡ്. നീളം 2.08 കിലോമീറ്റർ. കൂടുതൽ കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം വഹിച്ചവരുടെ പട്ടികയിൽ എത്രാമത്തെയാളാണ് നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ? രണ്ടാമത്തെ. ഒന്നാമത് ഇ കെ നായനാർ. കൂടുതൽ കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം വഹിച്ചവരുടെ പട്ടികയിൽ എത്രാമത്തെയാളാണ് നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ? രണ്ടാമത്തെയാളാണ്. ഒന്നാമത്തെയാൾ ഇ കെ നായനാർ. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചതിന് റെക്കോർഡ് ആർക്കാണ്? പിണറായി വിജയൻ. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചതിന് റെക്കോർഡ് ആർക്കാണ്? പിണറായി വിജയൻ. ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി കെ കരുണാകരൻ. ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി കെ കരുണാകരൻ. ഏറ്റവും കുറച്ചുകാലം മാത്രം മുഖ്യമന്ത്രിയായ വ്യക്തി സി എച്ച് മുഹമ്മദ് കോയ. ഏറ്റവും കുറച്ചുകാലം മാത്രം മുഖ്യമന്ത്രിയായ വ്യക്തി സി എച്ച് മുഹമ്മദ് കോയ. പ്രകൃതി ദുരന്തങ്ങളിലെ ഇരകൾക്ക് സൗജന്യ നിയമസേവനം നൽകുന്നതിനായി കേരള ലീഗൽ സർവീസ് അതോറിറ്റി അവതരിപ്പിച്ച പദ്ധതി അതിജീവനം. പ്രകൃതി ദുരന്തങ്ങളിലെ ഇരകൾക്ക് സൗജന്യ നിയമസേവനം നൽകുന്നതിനായി കേരള ലീഗൽ സർവീസ് അതോറിറ്റി അവതരിപ്പിച്ച പദ്ധതി അതിജീവനം. കേരള ലീഗൽ സർവീസ് അതോറിറ്റി തർക്കപരിഹാരത്തിന് തുടക്കമിട്ട 3 പദ്ധതികൾ. സമയം, സമന്വയ, അതിജീവനം. കേരള ലീഗൽ സർവീസ് അതോറിറ്റി തർക്കപരിഹാരത്തിന് തുടക്കമിട്ട 3 പദ്ധതികൾ. സമയം, സമന്വയ, അതിജീവനം. പോലീസ് സ്റ്റേഷനുകളിൽ വർദ്ധിച്ചുവരുന്ന സിവിൽ സ്വഭാവമുള്ള തർക്കങ്ങൾ അദാലത്ത് മുഖേന പരിഹരിക്കുന്ന പദ്ധതി സമയം. പോലീസ് സ്റ്റേഷനുകളിൽ വർദ്ധിച്ചുവരുന്ന സിവിൽ സ്വഭാവമുള്ള തർക്കങ്ങൾ അദാലത്ത് മുഖേന പരിഹരിക്കുന്ന പദ്ധതി സമയം. ജില്ലാ നിയമസേവന അതോറിറ്റികൾ വഴി കൗൺസിലർമാരുടെ സഹായത്തോടെ കുടുംബ കൗൺസിലിംഗ് ലഭ്യമാക്കുന്ന പദ്ധതി സമന്വയ. ജില്ലാ നിയമസേവന അതോറിറ്റികൾ വഴി കൗൺസിലർമാരുടെ സഹായത്തോടെ കുടുംബ കൗൺസിലിംഗ് ലഭ്യമാക്കുന്ന പദ്ധതി സമന്വയ. ഗാർഹിക പീഡനത്തിനെതിരെ കെൽസയും എറണാകുളം ഗവൺമെന്റ് ലോ കോളേജും ചേർന്ന് നിർമ്മിച്ച ടെലിചിത്രം അരികെ. ഗാർഹിക പീഡനത്തിനെതിരെ കെൽസയും എറണാകുളം ഗവൺമെന്റ് ലോ കോളേജും ചേർന്ന് നിർമ്മിച്ച ടെലിചിത്രം അരികെ. കേരള സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റി. കേരള സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റി രൂപീകരിച്ചത് 1998 ഏപ്രിൽ 25-നാണ്. കേരള സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റി രൂപീകരിച്ചത് 1998 ഏപ്രിൽ 25. ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് പാസാക്കിയത് 1984. ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് പാസാക്കിയത് 1987. മുദ്രാവാക്യം ആക്സസ് ടു ജസ്റ്റിസ് ഫോർ ഓൾ. മുദ്രാവാക്യം എന്താണ്? ആക്സസ് ടു ജസ്റ്റിസ് ഫോർ ഓൾ. ആസ്ഥാനം എറണാകുളം. കേരള സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? എറണാകുളം. വഖഫ് ഭേദഗതി ബിൽ 2025 രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ചതെന്നാണ്? 2025 ഏപ്രിൽ 5. വഖഫ് ഭേദഗതി ബിൽ 2025 രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ചതെന്നാണ്? 2025 ഏപ്രിൽ 5. വഖഫ് ഭേദഗതി ബിൽ 2025 അവതരിപ്പിച്ച പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. വഖഫ് ഭേദഗതി ബിൽ 2025 അവതരിപ്പിച്ച പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയും രാജ്യസഭയും പാസാക്കിയത് എന്ന്? ലോക്സഭ പാസാക്കിയത് 2025 ഏപ്രിൽ 3-നും രാജ്യസഭ പാസാക്കിയത് 2025 ഏപ്രിൽ 4-നും. വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയും രാജ്യസഭയും പാസാക്കിയത് എന്നാണ്? ലോക്സഭ പാസാക്കിയത് 2025 ഏപ്രിൽ 3-നും രാജ്യസഭ പാസാക്കിയത് 2025 ഏപ്രിൽ 4-നും. വഖഫ് നിയമത്തിന്റെ പുതിയ പേര്? യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ്, എംപവർമെന്റ്, എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട്. വഖഫ് നിയമത്തിന്റെ പുതിയ പേര് യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ്, എംപവർമെന്റ്, എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട്.
ഈയിടെ രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച വന്ദന കടാരിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. ഈയിടെ രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച വന്ദന കടാരിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച വനിതാ താരം വന്ദന കടാരിയ. ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച വനിതാ താരം വന്ദന കടാരിയ. വർദ്ധിച്ചുവരുന്ന ലഹരിമരുന്ന് വ്യാപനം തടയാൻ സംസ്ഥാന വ്യാപകമായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശോധന ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. വർദ്ധിച്ചുവരുന്ന ലഹരിമരുന്ന് വ്യാപനം തടയാൻ സംസ്ഥാന വ്യാപകമായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശോധന ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപം നൽകിയ ബോധവൽക്കരണ യജ്ഞം വിമുക്തി. മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപം നൽകിയ ബോധവൽക്കരണ യജ്ഞം വിമുക്തി. രാജ്യാന്തര ലഹരിവിരുദ്ധ ദിനം എന്നാണ്? ജൂൺ 26. രാജ്യാന്തര ലഹരിവിരുദ്ധ ദിനം എന്നാണ് ജൂൺ 26. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. ഫിഡെ വനിതാ ലോക ചെസ് കിരീടം നേടിയത് ജു വെൻജുൻ. ഫിഡെ വനിതാ ലോക ചെസ് കിരീടം നേടിയത് ജു വെൻജുൻ. 2025 ഏപ്രിൽ 15 അന്തരിച്ച ലാറ്റിൻ അമേരിക്കയുടെ രാഷ്ട്രീയവും ജീവിതവും സാഹിത്യ ലോകത്തേക്ക് കൊണ്ടുവന്ന വിഖ്യാത കഥാകാരൻ മരിയോ വർഗാസ് യോസ. 2025 ഏപ്രിൽ 15 അന്തരിച്ച ലാറ്റിൻ അമേരിക്കയുടെ രാഷ്ട്രീയവും ജീവിതവും സാഹിത്യ ലോകത്തേക്ക് കൊണ്ടുവന്ന വിഖ്യാത കഥാകാരൻ മരിയോ വർഗാസ് യോസ. അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം വികസിപ്പിച്ച ദീർഘദൂര ഗ്ലൈഡ് ബോംബ് ഗൗരവ്. അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം വികസിപ്പിച്ച ദീർഘദൂര ഗ്ലൈഡ് ബോംബ് ഗൗരവ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് അഭിഷേക് ശർമ്മ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് അഭിഷേക് ശർമ്മ. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ 11ാമത് സീസണിലെ കിരീടം സ്വന്തമാക്കിയത് കൊൽക്കത്ത ക്ലബ് മോഹൻ ബഗാൻ. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ 11ാമത് സീസണിലെ കിരീടം സ്വന്തമാക്കിയത് കൊൽക്കത്ത ക്ലബ് മോഹൻ ബഗാൻ. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചതിന്റെ എത്രാമത് വാർഷികമാണ് 2025 ഏപ്രിൽ 19 ആഘോഷിച്ചത്? 50ാമത്. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചതിന്റെ എത്രാമത് വാർഷികമാണ് 2025 ഏപ്രിൽ 19 ആഘോഷിച്ചത്? 50ാമത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ഉപഗ്രഹം ആര്യഭട്ട. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ഉപഗ്രഹം ആര്യഭട്ട. ആര്യഭട്ടയുടെ പ്രൊജക്ട് ഡയറക്ടർ പ്രൊഫസർ UR റാവു. ആര്യഭട്ടയുടെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? പ്രൊഫസർ UR റാവു. ആര്യഭട്ട വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ സതീഷ് ധവാൻ. ആര്യഭട്ട വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആരായിരുന്നു? സതീഷ് ധവാൻ. ആര്യഭട്ടയുടെ ലക്ഷ്യം എന്താണ്? ജ്യോതിശാസ്ത്ര പരീക്ഷണങ്ങളും ഗാമ എക്സ്റേ കിരണങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഗവേഷണം. ആര്യഭട്ടയുടെ ലക്ഷ്യം ജ്യോതിശാസ്ത്ര പരീക്ഷണങ്ങളും ഗാമ എക്സ്റേ കിരണങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഗവേഷണം. ആര്യഭട്ട ഭൗമ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്തിയത് എന്നാണ്? 1992 ഫെബ്രുവരി 11. ആര്യഭട്ട ഭൗമ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്തിയതെന്നാണ്? 1992 ഫെബ്രുവരി 11. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ്? BR ഗവായ്. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായതാരാണ്? BR ഗവായ്. മലയാളിയായ ജസ്റ്റിസ് KG ബാലകൃഷ്ണന് ശേഷം ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന ദളിത് വിഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ വ്യക്തി BR ഗവായ്. മലയാളിയായ ജസ്റ്റിസ് KG ബാലകൃഷ്ണന് ശേഷം ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന ദളിത് വിഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ വ്യക്തി BR ഗവായ്. 2025 ഏപ്രിൽ 10 150ാമത് വാർഷികം ആഘോഷിച്ച ഇന്ത്യൻ നവോത്ഥാന സംഘടനയേത്? ആര്യസമാജം. 2025 ഏപ്രിൽ 10 150ാമത് വാർഷികം ആഘോഷിച്ച ഇന്ത്യൻ നവോത്ഥാന സംഘടന ഏതാണ്? ആര്യസമാജം.
ആര്യസമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. 1875 ഏപ്രിൽ 10 സ്ഥാപിക്കുന്നത്. ബോംബെയിലാണ് സ്ഥാപിക്കുന്നത്. അന്ധവിശ്വാസങ്ങൾക്കെതിരായ നവോത്ഥാന സംഘടനയാണ് ആര്യസമാജം. ആര്യസമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. 1875 ഏപ്രിൽ 10 സ്ഥാപിക്കുന്നത്. ബോംബെയിലാണ് സ്ഥാപിക്കുന്നത്. അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള നവോത്ഥാന സംഘടനയാണ് ആര്യസമാജം. 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡുകൾ ലഭിച്ചവർ സോണിയ ഗുവാജാര, ആമി ബോവേഴ്സ് കോർഡാലിസ്, ഗബ്രിയേൽ പോൺ, സെഗേം ലൂക്കി, മാധവ് ഗാഡ്ഗിൽ. 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡുകൾ ലഭിച്ചവർ സോണിയ ഗുവാജാര, ആമി ബോവേഴ്സ് കോർഡാലിസ്, ഗബ്രിയേൽ പോൺ, സെഗേം ലൂക്കി, മാധവ് ഗാഡ്ഗിൽ. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ മുതിർന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ മുതിർന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ നിലവിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇൻഗർ ആൻഡേഴ്സൺ. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ നിലവിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇൻഗർ ആൻഡേഴ്സൺ. 2025 100ാമത് വാർഷികം ആഘോഷിക്കുന്ന ലോക സിനിമയിലെ എക്കാലത്തെയും ക്ലാസിക്കുകളിൽ ഒന്നായ ബാറ്റിൽഷിപ്പ് പോട്ടെൻകിൻ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? സെർജി ഐസൻസ്റ്റെയിൻ. 2025 100ാമത് വാർഷികം ആഘോഷിക്കുന്ന ലോക സിനിമയിലെ എക്കാലത്തെയും ക്ലാസിക്കുകളിലൊന്നായ ബാറ്റിൽഷിപ്പ് പോട്ടെൻകിൻ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? സെർജി ഐസൻസ്റ്റെയിൻ. 2024 മികച്ച കായിക താരങ്ങൾക്കുള്ള ലോറസ് പുരസ്കാരം ലഭിച്ചത് അർമാൻഡ് ഡുപ്ലന്റിസ്, സിമോൺ ബൈൽസ്. 2024 മികച്ച കായിക താരങ്ങൾക്കുള്ള ലോറസ് പുരസ്കാരം ലഭിച്ചത് അർമാൻഡ് ഡുപ്ലന്റിസ്, സിമോൺ ബൈൽസ്. യുഎസിന്റെ പുതിയ സംയുക്ത സേനാ മേധാവിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഡാൻ കെയ്ൻ. യുഎസിന്റെ പുതിയ സംയുക്ത സേനാ മേധാവിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഡാൻ കെയ്ൻ. വിസ്ഡൺ ക്രിക്കറ്റ് മാസികയുടെ കഴിഞ്ഞ വർഷത്തെ ലീഡിംഗ് ക്രിക്കറ്റേഴ്സ് ഓഫ് ദ വേൾഡ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ജസ്പ്രീത് ബുംറ, സ്മൃതി മസ്താന. വിസ്ഡൺ ക്രിക്കറ്റ് മാസികയുടെ കഴിഞ്ഞ വർഷത്തെ ലീഡിംഗ് ക്രിക്കറ്റേഴ്സ് ഓഫ് ദ വേൾഡ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ജസ്പ്രീത് ബുംറ, സ്മൃതി മസ്താന. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ കളിക്കുന്ന പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് വൈഭവ് സൂര്യവംശി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ കളിക്കുന്ന പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് വൈഭവ് സൂര്യവംശി. ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ കസ്തൂരിരംഗൻ അന്തരിച്ചതെന്നാണ്? 2025 ഏപ്രിൽ 25. ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ കസ്തൂരിരംഗൻ അന്തരിച്ചതെന്നാണ്? 2025 ഏപ്രിൽ 25. 2025 ഏപ്രിൽ 26 അന്തരിച്ച പ്രമുഖ ചരിത്ര പണ്ഡിതനും അധ്യാപകനും ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിൽ മുൻ ചെയർമാനുമായ വ്യക്തി ഡോക്ടർ MGS നാരായണൻ. 2025 ഏപ്രിൽ 26 അന്തരിച്ച പ്രമുഖ ചരിത്ര പണ്ഡിതനും അധ്യാപകനും ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിൽ മുൻ ചെയർമാനുമായ വ്യക്തി ഡോക്ടർ MGS നാരായണൻ. ഇന്ത്യയുടെ ഭൂഗർഭ നേവൽ ബേസ് സ്ഥാപിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്, റാംബില്ലി. ആന്ധ്രാപ്രദേശിലെ റാംബില്ലിയിലാണ് ഇന്ത്യയുടെ ഭൂഗർഭ നേവൽ ബേസ് സ്ഥാപിക്കുന്നത്. ഇന്ത്യ ഭൂഗർഭ നേവൽ ബേസ് സ്ഥാപിക്കുന്നത് ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ്? പ്രൊജക്റ്റ് വർഷ. ഇന്ത്യ ഭൂഗർഭ നേവൽ ബേസ് സ്ഥാപിക്കുന്നത് ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ്? പ്രൊജക്റ്റ് വർഷ. ഇന്ത്യയിൽ ആദ്യമായി അന്തർവാഹിനി ടൂറിസം ആരംഭിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയിൽ ആദ്യമായി അന്തർവാഹിനി ടൂറിസം ആരംഭിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. 48ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ഫെമിനിച്ചി ഫാത്തിമ. സംവിധായകൻ ഫാസിൽ മുഹമ്മദ്. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ഫെമിനിച്ചി ഫാത്തിമ. സംവിധായകൻ ഫാസിൽ മുഹമ്മദ്. മികച്ച സംവിധായിക ഇന്ദു ലക്ഷ്മി. ചിത്രം അപ്പുറം. മികച്ച സംവിധായിക ഇന്ദു ലക്ഷ്മി. ചിത്രം അപ്പുറം.
മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൊവിനോ തോമസ്. ചിത്രം അജയന്റെ രണ്ടാം മോഷണം. അന്വേഷിപ്പിൻ, കണ്ടെത്തും. മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൊവിനോ തോമസ്. ചിത്രം അജയന്റെ രണ്ടാം മോഷണം. അന്വേഷിപ്പിൻ, കണ്ടെത്തും. മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടുപേരാണ്, നസ്രിയ നസീമും റിമ കല്ലിങ്കലും. നസ്രിയ നസീം ചിത്രം സൂക്ഷ്മദർശിനി. റിമ കല്ലിങ്കൽ ചിത്രം മിത്ത് ഓഫ് റിയാലിറ്റി. 2025 മെയ്യിൽ അന്തരിച്ച സാമൂഹിക സാക്ഷരതാ പ്രവർത്തക KV റാബിയയുടെ ആത്മകഥ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. 2025 മെയ്യിൽ അന്തരിച്ച സാമൂഹിക സാക്ഷരതാ പ്രവർത്തക KV റാബിയയുടെ ആത്മകഥ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. 2025 ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 151. ഒന്നാം സ്ഥാനം നോർവ, ഏറ്റവും പിന്നിൽ എറിത്രിയയാണ്. 2025 ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 151. ഒന്നാം സ്ഥാനം നോർവേ, ഏറ്റവും പിന്നിൽ എറിത്രിയ. ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്നത് എന്നാണ്? മെയ് 3. ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്നതെന്നാണ്? മെയ് 3. 2025 ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയം ധീരമായ പുതിയ ലോകത്തെ റിപ്പോർട്ടിംഗ്. പത്രസ്വാതന്ത്ര്യത്തിലും മാധ്യമങ്ങളിലും കൃത്രിമ ബുദ്ധിയുടെ സ്വാധീനം. 2025 ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയം ധീരമായ പുതിയ ലോകത്തെ റിപ്പോർട്ടിംഗ്. പത്രസ്വാതന്ത്ര്യത്തിലും മാധ്യമങ്ങളിലും കൃത്രിമ ബുദ്ധിയുടെ സ്വാധീനം. അത്യുൽപാദന ശേഷിയുള്ള പുണ്യ, ആദ്യ എന്നീ 2 പുതിയ നെല്ലിനങ്ങൾ വികസിപ്പിച്ച കേരളത്തിലെ നെൽവിത്ത് ഗവേഷണ കേന്ദ്രം. MS സ്വാമിനാഥൻ നെൽ ഗവേഷണ കേന്ദ്രം, മാങ്കൊമ്പ്. അത്യുൽപാദന ശേഷിയുള്ള പുണ്യ, ആദ്യ എന്നീ 2 പുതിയ നെല്ലിനങ്ങൾ വികസിപ്പിച്ച കേരളത്തിലെ നെൽവിത്ത് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? മാങ്കൊമ്പാണ് MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം. 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആലങ്ങോട് ലീലാകൃഷ്ണൻ. 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആലങ്ങോട് ലീലാകൃഷ്ണൻ. 2024 റഫീഖ് അഹമ്മദ്. 2023 സുഭാഷ് ചന്ദ്രൻ. 2022 ശ്രീകുമാരൻ തമ്പി. 2025 ആലങ്ങോട് ലീലാകൃഷ്ണൻ. 2024 റഫീഖ് അഹമ്മദ്. 2023 സുഭാഷ് ചന്ദ്രൻ. 2022 ശ്രീകുമാരൻ തമ്പി. 2020 ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശി. 2020 ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശി. ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ പുതിയ ചെയർമാൻ അലോക് ജോഷി. ദേശീയ സുരക്ഷാ ഉപദേശക സമിതിയുടെ പുതിയ ചെയർമാൻ അലോക് ജോഷി. കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ഡോക്ടർ A ജയതിലക്. കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ഡോക്ടർ A ജയതിലക്. ഈയിടെ ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പദ്ധതി ബന്ധു ക്ലിനിക് പദ്ധതി. ഈയിടെ ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പദ്ധതി ബന്ധു ക്ലിനിക് പദ്ധതി. അതിഥി തൊഴിലാളികൾക്ക് മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ 2020 ആരംഭിച്ച പദ്ധതി ബന്ധു ക്ലിനിക് പദ്ധതി. അതിഥി തൊഴിലാളികൾക്ക് മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ 2020 ആരംഭിച്ച പദ്ധതിയാണ് ബന്ധു ക്ലിനിക് പദ്ധതി. കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി ജ്യോതി. കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന് കേരള സർക്കാർ പദ്ധതിയാണ് ജ്യോതി. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഓൺലൈൻ രജിസ്ട്രേഷനു വേണ്ടി ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഗസ്റ്റ് ആപ്പ്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഓൺലൈൻ രജിസ്ട്രേഷനു വേണ്ടി ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് ഗസ്റ്റ് ആപ്പ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ തൊഴിലാളികൾക്ക് താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതി ആലയ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ തൊഴിലാളികൾക്ക് താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് ആലയ്. 2025 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണ്? ഹിമാനികളുടെ സംരക്ഷണം.
2025 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണ്? ഹിമാനികളുടെ സംരക്ഷണം. 2024 സമാധാനത്തിനായി വെള്ളം. 2024 സമാധാനത്തിനായി വെള്ളം. 2023 മാറ്റം ത്വരിതപ്പെടുത്തൽ. 2023 മാറ്റം ത്വരിതപ്പെടുത്തൽ. ലോക ജലദിനമായി ആചരിക്കുന്നത് മാർച്ച് 22. ലോക ജലദിനമായി ആചരിക്കുന്നത് മാർച്ച് 22. ലോക വനദിനമായി ആചരിക്കുന്നത് മാർച്ച് 21. ലോക വനദിനമായി ആചരിക്കുന്നത് മാർച്ച് 21. 2025 ലോക വനദിനത്തിന്റെ പ്രമേയം വനങ്ങളും ഭക്ഷണവും. 2025 ലോക വനദിനത്തിന്റെ പ്രമേയം വനങ്ങളും ഭക്ഷണവും. 2024 പ്രമേയം വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിലുള്ള പുതിയ പരിഹാരങ്ങൾ. 2024 പ്രമേയം വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിലുള്ള പുതിയ പരിഹാരങ്ങൾ. ലോക കാലാവസ്ഥാ ദിനം ആചരിക്കുന്നത് മാർച്ച് 23. ലോക കാലാവസ്ഥാ ദിനം ആചരിക്കുന്നത് മാർച്ച് 23. 2025 ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം നേരത്തെയുള്ള മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ചടയ്ക്കുന്നു. 2025 ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം നേരത്തെയുള്ള മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ചടയ്ക്കുന്നു. 2024 പ്രമേയം കാലാവസ്ഥാ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ. 2024 പ്രമേയം കാലാവസ്ഥാ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ. ഇന്ത്യയ്ക്കായി സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് സാങ്കേതികവിദ്യ വികസിപ്പിച്ച സ്ഥാപനം ഏരിയൽ ഡെലിവറി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ആഗ്ര. ഇന്ത്യയ്ക്കായി സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് സാങ്കേതികവിദ്യ വികസിപ്പിച്ച സ്ഥാപനം ഏരിയൽ ഡെലിവറി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ആഗ്ര. രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ രൂക്ഷമായ ഹെയ്തിയിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ ഇന്ദ്രാവതി. രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ രൂക്ഷമായ ഹെയ്തിയിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ ഇന്ദ്രാവതി. സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ 2023 നടത്തിയ രക്ഷാദൗത്യം ഓപ്പറേഷൻ കാവേരി. സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ 2023 നടത്തിയ രക്ഷാദൗത്യം ഓപ്പറേഷൻ കാവേരി. യുക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ആരംഭിച്ച ദൗത്യം ഓപ്പറേഷൻ ഗംഗ. യുക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ആരംഭിച്ച ദൗത്യം ഓപ്പറേഷൻ ഗംഗ. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ആരംഭിച്ച രക്ഷാദൗത്യം ഓപ്പറേഷൻ അജയ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയിട്ടുള്ള ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ആരംഭിച്ച രക്ഷാദൗത്യം ഓപ്പറേഷൻ അജയ്. അഫ്ഗാനിൽ നടന്ന കലാപത്തിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനുള്ള ദൗത്യം ഓപ്പറേഷൻ ദേവി ശക്തി. അഫ്ഗാനിൽ നടന്ന കലാപത്തിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനുള്ള ദൗത്യം ഓപ്പറേഷൻ ദേവി ശക്തി. യമനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ആരംഭിച്ച ദൗത്യം ഓപ്പറേഷൻ രാഹത്ത്. യമനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ആരംഭിച്ച ദൗത്യം ഓപ്പറേഷൻ രാഹത്ത്. മോഖ ചുഴലിക്കാറ്റ് ബാധിച്ച മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യം ഓപ്പറേഷൻ കരുണ. മോഖ ചുഴലിക്കാറ്റ് ബാധിച്ച മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യം ഓപ്പറേഷൻ കരുണ. ഭീകരപ്രവർത്തനത്തിന്റെ ഇരകളെ സഹായിക്കാനായി ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ തുടക്കമായ രാജ്യാന്തര സംഘടന വിക്ടിംസ് ഓഫ് ടെററിസം അസോസിയേഷൻ. ഭീകരപ്രവർത്തനത്തിന്റെ ഇരകളെ സഹായിക്കാനായി ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ തുടക്കമായ രാജ്യാന്തര സംഘടന വിക്ടിംസ് ഓഫ് ടെററിസം അസോസിയേഷൻ. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ മികച്ച പുരുഷ താരത്തിനുള്ള പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായത് സുഭാശിഷ് ബോസ്. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ മികച്ച പുരുഷ താരത്തിനുള്ള പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായത് സുഭാശിഷ് ബോസ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റ് സണ്ണി ജോസഫ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റ് സണ്ണി ജോസഫ്. UDFന്റെ കൺവീനർ പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് അടൂർ പ്രകാശ്. UDFന്റെ കൺവീനർ പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് അടൂർ പ്രകാശ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യുവൽ സ്റ്റേഷൻ ആരംഭിക്കുന്നത് എവിടെയാണ്? നെടുമ്പാശ്ശേരി. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യുവൽ സ്റ്റേഷൻ ആരംഭിക്കുന്നത് എവിടെയാണ്? നെടുമ്പാശ്ശേരി.
ഇന്ത്യയിലെ ആദ്യ ഹരിത ആംബുലൻസ് കം മെഡിക്കൽ ഡിസ്പെൻസറി പ്രവർത്തനം ആരംഭിച്ചതെവിടെ? കടമക്കുടി. ഇന്ത്യയിലെ ആദ്യ ഹരിത ആംബുലൻസ് കം മെഡിക്കൽ ഡിസ്പെൻസറി പ്രവർത്തനം ആരംഭിച്ചതെവിടെ? കടമക്കുടി. കടലിൽ രക്ഷാപ്രവർത്തനം ശക്തമാക്കുന്നതിനായുള്ള ഫിഷറീസ് വകുപ്പിന്റെ ആദ്യ മറൈൻ ആംബുലൻസ് പ്രതീക്ഷ. കടലിൽ രക്ഷാപ്രവർത്തനം ശക്തമാക്കുന്നതിനായുള്ള ഫിഷറീസ് വകുപ്പിന്റെ ആദ്യ മറൈൻ ആംബുലൻസ് പ്രതീക്ഷ, രണ്ടാമത് പ്രത്യാശ, മൂന്നാമത് കാരുണ്യ. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സോളാർ ഇലക്ട്രിക് ബോട്ട് ബരാക്കുഡ. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സോളാർ ഇലക്ട്രിക് ബോട്ട് ബരാക്കുഡ. ഇന്ത്യയിലെ ആദ്യ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഇന്ദ്ര. ഇന്ത്യയിലെ ആദ്യ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഇന്ദ്ര. ONV കൾച്ചറൽ അക്കാദമിയുടെ 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? പ്രഭാവർമ്മ. 2024 പ്രതിഭ റായ്, 2023 C രാധാകൃഷ്ണൻ. ONV കൾച്ചറൽ അക്കാദമിയുടെ 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? പ്രഭാവർമ്മയ്ക്കാണ്. 2024 പ്രതിഭ റായ്, 2023 C രാധാകൃഷ്ണൻ. 2021 രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയുടെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിൽ രാജ്യത്ത് ഒന്നാമതുള്ള സംസ്ഥാനം കേരളം, രണ്ടാമത് മഹാരാഷ്ട്ര, മൂന്നാമത് തെലുങ്കാന. 2021 രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയുടെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിൽ രാജ്യത്ത് ഒന്നാമതുള്ള സംസ്ഥാനം കേരളമാണ്, രണ്ടാമത് മഹാരാഷ്ട്ര, മൂന്നാമത് തെലുങ്കാന. വിഷാദ രോഗികളെ ചേർത്തു നിർത്താൻ സംസ്ഥാനത്ത് ആരംഭിച്ച പദ്ധതി ആശ്വാസം പദ്ധതി. വിഷാദ രോഗികളെ ചേർത്തു നിർത്താൻ സംസ്ഥാനത്ത് ആരംഭിച്ച പദ്ധതി ആശ്വാസം പദ്ധതി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പുതിയ ചെയർമാൻ അജയ് കുമാർ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പുതിയ ചെയർമാൻ അജയ് കുമാർ. ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.